ചിന്തിക്കണം, ധ്യാനിക്കണം, വഴി കണ്ടെത്തണം. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ എന്താണ് വഴി? ഒറ്റയ്ക്ക് കഴിയോ? ഒറ്റയ്ക്ക് കഴിയോ? ഒരു വ്യക്തി കൊണ്ട് കഴിയോ? ഒറ്റയ്ക്ക് കഴിയില്ല. അവിടെ സഹോദര ബന്ധം വേണം. അതാണ് സഹോദര സ്നേഹം വച്ചിരിക്കുന്നത്. തമ്മിൽ സഹോദരീയ ബന്ധമില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? പൂർണ്ണ ഹൃദയത്തോട് ഞാൻ സ്നേഹിക്കണം പറഞ്ഞാൽ മതിയോ? ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനെ സ്നേഹിക്കും. സഹോദരനാര്? ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർ. അപ്പൊ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യാത്തവരെ വിട്ടുപിരിയണം. വിട്ടുപിരിഞ്ഞാല് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റും. കള്ള സഹോദരനെ വിട്ടുപിരിയാതെ യഥാർത്ഥ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുമോ? അത് പറ്റുമെങ്കിൽ ഇരുമനസ്സാണ്. രണ്ട് യജമാന്മാര് ഒരുപോലെ ഒരുമിച്ച് സേവിക്കുക. ദൈവം അംഗീകരിക്കുന്നില്ല. ഒരാളെ വിട്ട് മറ്റവനെ സ്നേഹിക്കണം. സ്തോത്രം. അപ്പൊ കാര്യങ്ങൾ ഗ്രഹിച്ചറിയേണ്ടുന്ന വിധത്തിൽ നാം ഗ്രഹിച്ചറിഞ്ഞാൽ നമ്മുടെ മനസ്സിന് പുതുക്കം വരും, മാനസാന്തരം വരും. മാനസാന്തരം വന്നാൽ സ്വർഗം സന്തോഷിക്കും. സ്വർഗം ഞാൻ മുഖാന്തരം സന്തോഷിച്ചെങ്കിൽ എനിക്ക് വേണ്ടി പിതാവിന്റെ ഭവനം തുറക്കും. അല്ലാതെ ഇവിടെ കടലങ്കരയും ചുറ്റും കിടന്ന മതത്തിൽ ചേർത്ത് പള്ളിയുണ്ടാക്കി നടക്കുകയുള്ളൂ. പിതാവിന്റെ ഭവനത്തിൽ പോകാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കുകയും. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആരാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പിതാവിന്റെ ഭവനത്തിന്റെ വാതിൽ നമുക്ക് തുറന്നതേ. അല്ല തോന്നിയാസം നടക്കുന്ന നീചന്മാർക്കല്ല കേട്ടോ ആ ഭവനം തുറന്നു കൊടുക്കണം. അച്ചടക്ക ബോധത്തോടു കൂടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഗ്രഹവിചാരകന്മാർക്കും രക്ഷകന്മാർക്കും കീഴ്പ്പെട്ടിരുന്ന് സഹോദര പ്രീതിയോട് അതിഥി സൽക്കാരത്തോട് നന്മ ചെയ്ത് കൂട്ടായ്മ ആചരിക്കുന്നവർക്കായി പിതാവിന്റെ ഭവനം തുറക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് സുവിശേഷ യോഗങ്ങളിലും പരസ്യ യോഗങ്ങളിലും കൂട്ടായ്മകളിലും ഉപവാസ പ്രാർത്ഥനകളിലും 150 മണിക്കൂർ പ്രാർത്ഥനകളിലും ഒക്കെ പ്രസംഗിക്കാനുള്ളത്, പഠിപ്പിക്കാനുള്ളത്. സ്തോത്രം. ഇനി നീതിയുള്ള ജാതി ആരാണ്? 10-11 വാക്യം. ദുഷ്ടനെ കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കില്ല. അത് യേശു പറഞ്ഞ നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയാണ്. ഇപ്പോഴാ ദൈവരാജ്യത്തിന്റെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിനുവേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ പഠിക്കും. അത് പഠിക്കാൻ വേണ്ടിയാണ് ദൈവകൃപ എന്നത്. പഠിക്കാൻ വേണ്ടിയാണ് ദൈവം കൃപ കാണിക്കുന്നത്. പഠിക്കാൻ വേണ്ടി താഴ്മ വേണം, താഴ്മയുണ്ട് കൃപ തരും. പഠിക്കും. ഇത് താഴ്മയില്ലാത്തവർക്ക് പഠിക്കാൻ പറ്റില്ല, കൃപ ചെയ്യില്ല. താഴ്മയില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, താഴ്മയുള്ളവർക്ക് പഠിക്കാൻ പറ്റി. ഇനി പഠിക്കാൻ ഉണ്ടോ ഇല്ലെന്നല്ല, പഠിക്കാൻ പറ്റിയത് പറ്റി. അപ്പോൾ താഴ്മയില്ലാത്തവൻ പറയാണ്, നികളി പറയാണ്, അത് ദുരുപദേശമാണ്. പഠിച്ച് പറയുന്നവനെ കുറിച്ച് പറയുന്നത് ദുരുപദേശമാണ്. മറ്റുള്ളവരുടെ ഇടയിലെല്ലാം ഫ്ലാഷാണ്, അത് ദുരുപദേശമാണ്. നിങ്ങൾ അവിടെ പോകരുത്. അവന് ഭൂതമാണ്.
അല്ലെങ്കിൽ അവൾക്ക് ഭൂതമാണ്, അവളോട് ഇടപെടരുത്, അവളോട് സംസാരിക്കരുത്. ഇതെല്ലാം വഞ്ചകന്മാരും വഞ്ചകിമാരുമാണ്. സ്തോത്രം. താഴ്മയുള്ളവർക്ക് നീതി പഠിക്കുവാൻ ദൈവകൃപയും, അല്ലാത്തവർക്ക് ദൈവം കൃപ ചെയ്യില്ല. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നീതി പഠിക്കാൻ താഴ്മ കാണിക്കുന്നവർക്ക് നീതി പഠിക്കേണ്ടതിന് കൃപ ചെയ്യും. അവര് കൃപയാ രക്ഷിക്കപ്പെടും. നീതി പഠിക്കാത്തവര് കൃപയാ രക്ഷിക്കപ്പെടും. അല്ല, ഈ രക്ഷിക്കപ്പെട്ടെന്ന് തുള്ളിച്ചാടി തലകീഴായി മറിഞ്ഞ് നടക്കുന്നില്ലേ സ്ത്രീ പുരുഷന്മാര്? ഇവര് എന്ത് നീതിയാ പഠിച്ചത്? എന്ത് നീതി പഠിച്ചു? ആര് പഠിപ്പിച്ചു? സ്തോത്രം. ഇതൊന്നും നമ്മൾ അറിയാത്തവരായി പോയാലും ദൈവം വാതിൽ തുറന്നു തരില്ല കേട്ടോ. അറിയണം. തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോവുകയാണ്. ഹല്ലേലൂയ. അതിലൂടെ പ്രവചനത്തിൽ വായിച്ചത് 23:22, 23, 24 യിരെമ്യാ പ്രവചനം. ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവരെ ഓടി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീതി പഠിക്കാൻ വേണ്ടി അവർ താഴ്മ കാണിച്ചില്ല. അതുകൊണ്ട് നീതി പഠിക്കേണ്ടത് അവർക്ക് കൃപ ദൈവം കൊടുത്തില്ല. പിന്നെ അവരെന്ത് പ്രാപിച്ചു? ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണമുള്ള ഉപദേശം പ്രാപിച്ചു. ലോക സംഭവങ്ങളുടെ ചരിത്രങ്ങൾ അവർ പഠിച്ചു. ശാസ്ത്രത്തെ കുറിച്ച് അവർ പഠിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ പേരും പറഞ്ഞ് ഇത് പ്രസംഗിക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കുക. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് ഓടുന്നു, കൊല്ലത്തു നിന്ന് ഇങ്ങോട്ട് ഓടുന്നു, കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പ്രസംഗിക്കാൻ ഓടുന്നു. ആർക്ക് വേണ്ടി പ്രസംഗിക്കാൻ? എന്തിനു വേണ്ടി പ്രസംഗിക്കാൻ? സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് എന്താണ്? കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലോക സംഭവങ്ങൾ പ്രവചിക്കാനും പ്രസംഗിക്കാനും പ്രവാചകന്മാരെ ഓടിക്കൊണ്ടിരിക്കുക. ദൈവം അയച്ചിട്ടില്ല അവരെ. സ്വതന്ത്രൻ. നമ്മുടെ ഈ പ്രദേശത്തിൽ ഒരു കൺവെൻഷൻ യോഗം വെച്ച് ഒരാളിനെ വിളിച്ചാൽ എന്താ പ്രസംഗിക്കണമെന്ന്? ഈ പ്രസംഗിക്കുന്ന എല്ലാവരെ കുറിച്ചല്ലേ പറയുന്നു, ഓർക്കണം. മാന്യമായിട്ട് ഉപദേശം പറയുന്ന ആൾക്കാരുണ്ട്, ഒരു വലിയ പേര് കേട്ടവരൊന്നുമല്ല. അങ്ങനെ മാന്യമായിട്ട് ഉപദേശം പഠിപ്പിക്കുന്നവരെ ഉദ്ദേശമല്ലേ പറയുന്നത്, ദൈവാത്മ പറയുന്നത്. മാന്യമായിട്ട് ഉപദേശം പഠിപ്പിക്കാതെ ലോക സംഭവങ്ങൾ, ആമസ്തോത്ര ചരിത്രങ്ങൾ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് ജനത്തെ പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. കള്ളപ്രവാചകൻ, കള്ളപ്രസംഗി. പക്ഷെ ആ കള്ളപ്രസംഗം അവർക്കറിയില്ല. അത് ഭയങ്കര ത്യാഗത്തോടെയാണ് ചെയ്യുന്നത്. സ്തോത്രം. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവാത്മാവ് പറയുന്നത് അവരെ ശുശ്രൂഷകളെ അവരെ ശുശ്രൂഷകളെ ശോധനയോട് ദൈവം പറയുന്നത് ദൈവം അവരെ അയച്ചിട്ടില്ല. ദൈവം അയച്ചവൻ വന്നു. യോഹന്നാൻ സ്നാപകൻ എന്ത് പറഞ്ഞു? യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചിട്ട് വന്നു. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, കർത്താവിന് വഴി ഒരുക്കി. ആരിലേക്ക്? മനുഷ്യരിലേക്ക്. കർത്താവിന് മനുഷ്യരിലേക്ക് വഴിയൊരുക്കി യോഹന്നാൻ സ്നാപകൻ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? മനുഷ്യരുടെ പാപത്തെ കുറിച്ച് ബോധവൽക്കരിച്ചു. ബോധവൽക്കരണം ഏറ്റെടുത്തവരിലേക്ക് കർത്താവിന് വഴി ഒരുക്കപ്പെട്ടു. പാപത്തെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ എന്താ പ്രവചിച്ചത്? ചരിത്രം, ശാസ്ത്രം, ഈ ലോക സംഭവങ്ങൾ, യുഗങ്ങൾ ആണോ? പിന്നെ എന്താ പ്രവചിച്ച? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി. സർപ്പസന്തതികളെ എന്ന് വിളിച്ചാണ് പാപത്തെ കുറിച്ച് ബോധവൽക്കരിച്ചത്. ഒരു മനം തിരിഞ്ഞവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്
യോഹന്നാന് സ്നാനമേറ്റു. അത് കർത്താവിന് അവരിലേക്ക് വഴിയൊരുക്കിയതാണ്. ഇന്നൊരു വ്യക്തിയിലേക്ക് കർത്താവിന് വഴിയൊരുക്കാനാണോ പ്രവചിക്കുന്നത്? ലോകാനുഗ്രഹം പ്രവചിക്കുന്ന കർത്താവിന് വഴിയൊരുക്കാണോ? പക്ഷെ പാപബോധം പ്രവചിച്ചാലോ കർത്താവിന് ആ വ്യക്തിയിലേക്ക് വഴിവെട്ടി വെച്ചു കൊടുക്കുക. അതിന് വഴിയൊരുക്കുവാൻ കർത്താവ് അയച്ചിട്ട് ഒരുവൻ വന്നു. ഹല്ലേലൂയ. ഇന്നുള്ളവർ പ്രാസംഗികന്മാരിൽ എത്ര പേരെയാണ് കർത്താവ് അയച്ചിട്ട് വരുന്നത്? എല്ലാരും പറയും കർത്താവ് അയച്ചിട്ട് വന്നു. പിന്നെ 6 മാസത്തിന് മുമ്പ് ഡേറ്റ് എഴുതിട്ട് എന്തിനാണ് ഡയറിയില്? 1 വർഷത്തിന് മുമ്പ് ഡേറ്റ് എഴുതിട്ട് എന്തിനാണ് ഡയറിയില്? ഡേറ്റ് ചോദിച്ചാൽ അയ്യോ ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ എന്തിനാ? എത്ര പേരത്ത് പറയുന്നില്ല ഡേറ്റ് ഇല്ലെന്ന്? അതെന്തിനാ? കർത്താവ് അയക്കുന്നവര് അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകനെ ആരെങ്കിലും വിളിച്ചിട്ടാണോ വന്നത്? കർത്താവ് അയച്ചത്. വിളിച്ചിട്ടാണ് കർത്താവ് അയച്ചത്. അത് കർത്താവ് അയച്ചു വന്നതാണ്. ഇന്ന് വിളിക്കുമ്പോഴല്ലേ അയച്ചെന്ന് പറഞ്ഞു പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ വീട്ടിലിരിക്കും. അടുത്തൊരു കൺവെൻഷൻ ക്രമീകരണം ഉണ്ടെങ്കിൽ പോലും അവിടെ പോയിരുന്ന വചനം കാക്കയിരിക്കില്ല. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ അടുത്തവരെ പഴിക്കാനും ദൂഷിക്കാനും വേണ്ടിയല്ല, നമ്മെ തന്നെ ശോധന ചെയ്ത് ഏതെല്ലാം കുടുക്കിൽ നമ്മൾ കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുടുക്കിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടിയുള്ള ബുദ്ധിയുപദേശമാണ്, പ്രബോധനമാണ്. പ്രബോധനം. സ്തോത്രം. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുക. ലോക അനുഗ്രഹം പ്രസംഗിച്ച് പ്രവചിക്കുന്നവരെല്ലാം കള്ളപ്രവാചകന്മാരാ. അവരെ ദൈവം അയച്ചതല്ലെന്നാണ് യിരെമ്യാ പ്രവാചകൻ കൂടി വെളിപ്പെടുത്തുന്നത്. ദൈവം അയച്ചു വരുന്ന മനുഷ്യൻ കർത്താവിന് വഴിയൊരുക്കി കൊടുക്കും ആ വ്യക്തിയിലേക്ക്. ഇപ്പൊ എന്റെ അടുക്കൽ കർത്താവ് അയച്ചിട്ട് ഒരു ശുശ്രൂഷ വന്നിരിക്കട്ടെ. ആ മനുഷ്യൻ വന്ന് എന്നോട് എന്ത് ചെയ്യും? എന്റെ പാപത്തെ കുറിച്ച് ബോധം നൽകി. ഞാൻ അതോർത്ത് അനുദപിക്കും. അനുദപിക്കുമ്പോൾ കർത്താവ് എന്നിലേക്ക് വരേണ്ട വഴി ഒരുക്കപ്പെടുക. അനുദപിക്കുന്നവരുടെ മേലെ കർത്താവ് വരുള്ളൂ. അത് കർത്താവ് വഴിയൊരുക്കാനാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. കർത്താവ് അയച്ചിട്ടാണ് വന്നത്. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്താൽ അയക്കപ്പെട്ടവരായി മാറണം. ദൈവത്താൽ അയക്കപ്പെട്ടവരായി മാറണം എങ്കിൽ അതിന് മുൻപ് ദൈവത്തിന്റെ ആലോചന സഭയിൽ പഠിക്കണം, വായിക്കണം. അയക്കാതിരുന്നിട്ട് അവർ ഓടി. ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ട് അവർ പ്രവചിച്ചു. പക്ഷെ ആർക്കും ആത്മീയവർത്തന വന്നില്ല. ലോക അനുഗ്രഹത്തിന്റെ ചിന്തകളെ വന്നിട്ടുള്ളൂ എല്ലാവർക്കും. പക്ഷെ ദൈവത്തിന്റെ പ്രവാചകൻ വന്ന് പ്രവചിച്ചാൽ ആത്മീയ വർധനവ് വരും. ദൈവം അയച്ചിട്ടൊരു പ്രവാചകൻ യെശയ്യാ വന്നു. എവിടേക്ക് വന്നു? ഹിസ്കിയ രാജാവിന്റെ അടുക്കിലേക്ക് വന്നു. പ്രവചിച്ചു, നിനക്ക് മരിക്കത്തക്ക രോഗം പിടിച്ചിരിക്കുന്നു, നീ മരിച്ചു പോകും, നീ രക്ഷപ്പെടും. അതുകൊണ്ട് നീ ഗ്രഹകാര ക്രമത്തിൽ, അതായത് പിതാവിന്റെ ഭവനത്തിലേക്ക് പോകേണ്ട എല്ലാ ക്രമങ്ങളും നീ ക്രമീകരിക്കണം. അതാണ് പ്രവാചകൻ. പാപത്തെ കുറിച്ച് ബോധവൽക്കരിക്കുന്നവനാണ് പ്രവാചകൻ. നമ്മള് 1 കൊരിന്ത്യർ 14 വായിച്ചല്ലോ. എല്ലാവരും പ്രവചിക്കുന്നതെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ, നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ പ്രവചന വാക്കുകളാൽ അവന് പാപബോധം വരും. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രവചനം പാപബോധം വരുത്തലാണ്. അല്ലാതെ പ്രവചനം അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന മന്ത്രം ചെയ്തിട്ടിരിക്കലല്ല പ്രവചനം. പ്രവചനം മറ്റ് ഇഹലോകത്തിലെ ഒരു അനുഗ്രഹത്തെ കുറിച്ചും ശാപത്തെ കുറിച്ചും അല്ല പ്രവചനം. പ്രവചനം അവരവരുടെ തെറ്റുകളെ ഗ്രഹിപ്പിക്കും. ഗ്രഹിച്ചാൽ അവരിലേക്ക് കർത്താവിന് വഴി ഒരുക്കപ്പെടുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഓരോ കൂട്ടായ്മയിലും ഈ ശുശ്രൂഷകളാണ് നിറവടിയായി നിറവേറ്റപ്പെടാനുള്ളത്. ഹല്ലേലൂയ. ആത്മാക്കൾ ദാഹിക്കുക, വിശക്കുക നീതിക്ക് വേണ്ടി. ആരറിയുന്നു? വൈക ഞാൻ അയക്കാതിരുന്നിട്ട് അവർ ഓടി, ഞാൻ അരുളി ചെയ്യാതിരുന്നിട്ടുണ്ട് ഇരുന്നിട്ട് അവർ പ്രവചിച്ചു. അവർ എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നു എങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്ന് അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്ന് തിരിപ്പിക്കുമായിരുന്നു. അവിടെ പോയിട്ട് ദൈവമേ ഇവരെ തിരിപ്പിക്കണമേ, ഇവരെ മാനസാന്തരപ്പെടുത്തണമേ, ഇവരെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ബാക്കി പറയും എന്നല്ല. ഇന്നാണെങ്കിലോ കർത്താവേ ആ മകനെ മാനസാന്തരപ്പെടുത്തണമേ, ആ പിന്മാറ്റക്കാരനെ മടക്കി വരുത്തണമേ. പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ല ദൈവ അപ്പോസ്തലന്മാരെ അയക്കുന്നത്. പിന്നെ അവരെ ആകാത്ത വഴിയിൽ നിന്നും പ്രവൃത്തിയുടെ ദോഷത്തിൽ നിന്നും തിരിച്ച് ക്രിസ്തുവിലേക്ക് എത്തിക്കാനാണ് ഇവരയക്കുന്നത്. അല്ല അവിടെ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവരെന്ന് കാണിക്കാനില്ല. മനസ്സിലാകുന്നുണ്ടോ ഓരോരുത്തരും? പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകന്മാരുടെയും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷകന്മാരുടെ വ്യത്യാസം മനസ്സിലാക്കണം. ഇത് ആരെയും തരം താഴ്ത്താനല്ല, എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഈ ശബ്ദം ഇന്ന് കേൾക്കുകയും നാളെ കേൾക്കുകയും വരും നാളുകൾ കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ ജീവിതത്തില് ഇതൊരു ഉണർവിൻ മരമായി മാറണം. എന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഉണർവിൻ ശക്തിയേറിയ വരമായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് നീ പിന്മാറ്റക്കാരന്റെ അടുക്കൽ പോയി നിന്ന് നീ എന്നോട് പ്രാർത്ഥിക്കുക എന്നല്ല. ആണോ? ഇന്നെന്താണ് ചെയ്യുന്നത് ശുശ്രൂഷകർ? തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും സ്തോത്രം കേരളത്തിലായാലും എവിടെയായാലും ശുശ്രൂഷകന്മാർ എന്താ ചെയ്യുന്നത്? പറ മനുഷ്യ. പിന്മാറ്റക്കാരൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അവന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. അവനെ മടക്കി വരുത്തണേ, ദൈവമായി മടക്കി വരുത്തണേ. ഇവന്റെ വേലക്കാരന്റെ ദൈവം ഇവ എവിടെ ആജ്ഞാപിക്കുമ്പോൾ ദൈവം അവിടെ ഇരുന്ന് ചെയ്യാൻ. ദൈവം അവിടെ ഇരുന്ന് ആജ്ഞാപിക്കും, ഇവൻ ചെയ്യണം. അത് ഞാൻ ചെയ്യണം. സ്തോത്രം. ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരാ മരമണ്ടൻ? ഇവനാരാ? ഞാനാരാ? ഈ മരമണ്ടനാകുന്ന ഞാനാരാ? സ്തോത്രം. വെറും ഒരു കളിമണ്ണിനോട് ഉപമിക്കാൻ പോലും ബോധമില്ലാത്ത ഞാൻ ആരാ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ? ഹല്ലേലൂയ. ഓർക്കണം, കളിമണ്ണ് പോലും കുശവന്റെ കയ്യിലിരിക്കും. നമ്മളിരിക്കുമോ? ഇരിക്കില്ല. അപ്പോൾ കളിമണ്ണിന്റെ ശ്രേഷ്ഠത പോലും നമുക്കില്ലെന്ന് ഓർക്കണം. ആ ഞാനാണ് ദൈവത്തോട് കൽപ്പിക്കാൻ നിൽക്കുന്നത്. മടക്കി വരുത്തണം, ചെയ്തു കൊടുക്കണം, രോഗി സൗഖ്യമാക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? രോഗിയുടെ അടുത്ത് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? സൗഖ്യം ആക്കാൻ, സൗഖ്യം ആക്കാൻ. അല്ല, അവിടെ പോയത് പറയാനല്ല, സൗഖ്യം ആക്കാൻ. ഭൂതത്തെ പുറത്താക്കാൻ. അവിടെ പോയത് ഭൂതത്തെ ദൈവമേ പുറത്താക്കണമേ, ദൈവമേ പുറത്താക്കണമെന്ന് ഓതാനല്ല പറഞ്ഞത്. തിരിച്ചറിവ് നമ്മൾ പ്രാപിക്കണം. ആ വരം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലയോ? മിണ്ടാതിരിക്കണം. സ്തോത്രം. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, പിന്മാറ്റക്കാരെ നിങ്ങൾ മടക്കി വരുത്തും. അല്ല, ദൈവം വരുത്തുന്നല്ല. ദൈവത്തിന്റെ നാമത്തിൽ ശുശ്രൂഷകൻ അയക്കപ്പെട്ടവൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷകരായിട്ട് വേർതിരിക്കപ്പെടാൻ.
ഹല്ലേലൂയ. ഇതൊന്നും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കില്ല. ഇത് പഠിക്കാൻ വേണ്ടി ബൈബിൾ കോളേജിൽ പോകുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മിഷണറി ട്രെയിനിങ്ങിനൊക്കെ പോയ ആൾക്കാരാണ്. എന്ത് പഠിച്ചു പോയി? എടുത്ത് ചാടി കടലും കരയും ചുറ്റി നടക്കേണ്ട ഒരു പ്രോത്സാഹനം കിട്ടി. വേറെ കിട്ടി. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? പള്ളിയിൽ ആളുകൾ കൂട്ടാം, എന്നിട്ട് നിങ്ങളെക്കാൾ ഇരട്ടി നരയോഗ്യരാക്കി മാറ്റാം. അങ്ങനെയാണ് ഇന്ന് ക്രിസ്തീയ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. വിളിക്കപ്പെട്ടവർ അനേകരാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽ നമ്മൾ ചേരാം. സ്തോത്രം. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എപ്പോഴും ദൈവം എന്റെ കൂടെ ഇരിക്കണമെന്ന് പറയരുത്. മനസ്സിലായോ? ഞാൻ ദൂരത്തും പോകും, നിങ്ങളെ അടുത്ത് വിട്ട് ദൂരത്തും പോകും. കാരണം നിങ്ങൾ ശരിയല്ലെങ്കിൽ ഞാൻ ദൂരത്ത് പോകും. ഞാൻ ദൂരെ പോകും. ഞാൻ ദൂരെ പോയാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ദൈവം ഇയാളെ വിട്ട് ദൂരെ പോയാൽ ഇയാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇയാളെ പറയല്ലോ, എവിടെയെങ്കിലും അയാൾ പറയും. സ്തോത്രം. ദൈവം നമ്മെ വിട്ട് ദൂരത്ത് പോയാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ദൈവം ആത്മാവാകുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആത്മാവിന് ചിന്തയിലായിരിക്കും, ദൈവരാജ്യത്തിന് ചിന്തയിലായിരിക്കും. ദൈവം നമ്മെ വിട്ട് മാറിയാൽ നമ്മൾ ജഡത്തിന്റെ ചിന്തയിലാവും. നാം ജഡത്തിന്റെ ചിന്തയിലായാൽ ദൈവം നമ്മെ വിട്ട് മാറി. തെളിവതാണ്. അല്ലാതെ ഓരോരുത്തന്മാര് കുസ്തി നടത്തും പോലെയല്ല സ്റ്റേജിലിരുന്നു. സ്തോത്രം. ദൈവം എപ്പോഴും കൂടെ ഇരിക്കുന്നു എന്നുള്ള അഹങ്കാരം വേണ്ട, ആർക്കും വേണ്ട, എനിക്കും വേണ്ട. അതാണ് പറയുന്നത്. ദൈവം സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവമല്ലയോ? സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവമേ അങ്ങ് ദൂരത്ത് നിൽക്കുന്ന എന്ത്? ഇരമ്യാ പ്രവാചകനെ കുറിച്ച് പറയാണ്, ദൈവം ദൂരത്ത് നിന്ന് ഇരമ്യാവിനോട് അരുളി ചെയ്യുകയാണ്. എന്താ ദൂരത്തായി? ആത്മാവിനെ ചിന്ത ഇവരെ വിട്ടു. അപ്പോ ദൈവം ദൂരത്തായി. ദൂരത്ത് നിന്നുകൊണ്ട് ഓർമ്മ കൊടുക്കുക, അരുളപ്പാട് കൊടുക്കുക. ദൈവം വീണ്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ അടുക്കലാണോ അതോ ദൈവം നമ്മുടെ ദൂരത്താണോ? അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ അടുക്കലാണോ നാം ദൈവത്തിന്റെ ദൂരത്താണോ? തിരിച്ചറിയുന്നത് നമ്മുടെ നിരൂപണങ്ങളാൽ തിരിച്ചറിയണം, ചിന്തകളാൽ തിരിച്ചറിയണം. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട തിരിച്ചറിവുകൾ നമ്മൾ പഠിക്കാതിരിക്കരുത്, കേൾക്കാതിരിക്കരുത്, ഗ്രഹിക്കാതിരിക്കരുത്. ഇതൊക്കെ ഗ്രഹിക്കുന്നവർക്കാണ്, ചിന്തിക്കുന്നവർക്കാണ്, പഠിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൃഷ്ടി വെച്ച് ആലോചന പറയുന്നത്. ഇതൊക്കെ പഠിക്കാത്ത ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവ് ഇടപെട്ടില്ല. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയെ തൊളിക്കാൻ കഴിയുമോ? കഴിയോ? ഭർത്താവിനെ ഒളിച്ചു പോവാ, ഭാര്യയെ ഒളിച്ചും പോവാം, ദൈവത്തെ ഒളിച്ചു പോകാൻ പറ്റുമോ? ഇനി ഭർത്താവിനെ ഒളിച്ച് ഭാര്യ എവിടെ പോയി? അന്യദേവനെ സേവിക്കാൻ പോയാലോ? ഇതൊക്കെ പഠിപ്പിക്കാത്തടത്ത് പോയാൽ അത് അന്യദേവനല്ലേ, അന്യാഗ്നിയല്ലേ ഇവിടെ കത്തിക്കുന്നത്? ഈ തിരിച്ചറിവുകൾ പഠിപ്പിക്കാത്തടത്ത് പോയാൽ അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? അന്യാഗ്നിയല്ലേ, ബാലിന്റെ സേവയല്ലേ അവിടെ. അത് ഭർത്താവിനെ ഒളിച്ച് ഇങ്ങനെയൊക്കെ പോയാലോ? ദൈവം അറിയാതിരിക്കോ? ദൈവം അറിയുമല്ലോ. ദൈവം അറിയുന്നതിനൊത്തോണ്ട് ദൈവം ആത്മാവിനെ തരൂല്ലേ? നല്ല ആത്മാവിനെയാണ് തരുന്നത്, ദുരാത്മാവിനെ തരും. ശൗലിന്റെ മേൽ കൊടുത്ത പോലെ. ഹല്ലേലൂയ. അപ്പോൾ സത്യത്തിന്റെ ഉപദേശം വിട്ട് ഭാര്യ ഭർത്താവിനെ ഒളിച്ച് പോയാൽ ഇതൊക്കെ സംഭവിക്കുന്നു. അത് മാത്രമല്ല, പിന്നെ വേറെ പുതിയ പുതിയ പേരുകൾ അവർക്ക് കിട്ടും. ഇനി സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിൽക്കാൻ മനസ്സുള്ള ഭാര്യയെ വിട്ട് ഭർത്താവ് ഒളിച്ചു പോയാൽ ഇതന്നെയാണ് സംഭവിക്കുന്നത്. സ്തോത്രം.
സ്തോത്രം. സത്യത്തിന്റെ പരിജ്ഞാനം മനസ്സിലാക്കാൻ താല്പര്യമുള്ള മാതാപിതാക്കളെ വിട്ട് മക്കള് പോയാൽ ഇതിന് സംഭവിക്കും. അന്യാഗ്നി കത്തിക്കും. അവരെ വീട്ടിൽ വന്നാൽ അന്യാഗ്നിയെ കൊണ്ടേ വരും. വീട്ടിനകത്ത് മൊത്തം കത്തിക്കും. നമുക്ക് കാണാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഏലിയാ പ്രവാചകന്റെ യാഗപീഠം സ്തോത്രം ദഹിപ്പിക്കേണ്ടവരെ ദഹിപ്പിച്ചത് ആര് കണ്ടു? കണ്ണില്ലാത്തവർ കണ്ടോ? ഹൃദയ കണ്ണുള്ളവർ കണ്ടോ? അല്ലാത്തവർ കണ്ടോ? സ്തോത്രം. ഇനി നമ്മുടെ തലമുറകൾ ഇങ്ങനെ കൂടാതെ കിടക്കുക, വീട്ടിൽ അന്യാഗ്നി കൊണ്ടുവരിക. നമുക്കറിയാൻ പറ്റുമോ? അറിയണം. അവരെ സംസാരത്താൽ അറിയണം, ചിന്തയാൽ അറിയണം, ഇടപെടലുകളാൽ അറിയണം. പൈസലോ അത് ഭാര്യയുടെ ആയാലും ഭർത്താവിന്റെ ആയാലും ഇടപെടലുകളിൽ കൂടി അറിയണം. ഇത് അന്യാഗ്നിയാണ്, ഇത് ദുരാത്മാവാണ്, അല്ലെങ്കിൽ നല്ല ആത്മാവാണ്. നല്ല ആത്മാവ് നല്ല പ്രവൃത്തി. ബുദ്ധിപദേശത്തിൽ നിലനിർത്തും. താഴ്മ കാണും. നല്ല ആത്മാവ് താഴ്മ കാണും. എവിടെ താഴ്മ കാണും? എവിടെ താഴ്മ കാണും? ദുരാത്മാവിന് മുമ്പിലല്ല, ആ നല്ല ആത്മാവിനെ അയച്ച ദൈവത്തിന് മുമ്പിൽ. സ്തോത്രം, സ്തോത്രം. എന്നെ സംബന്ധിച്ച് ദുരാത്മാവിന്റെ മുമ്പിൽ താഴെ എനിക്ക് ആഗ്രഹമില്ല. സ്തോത്രം. കാര്യങ്ങൾ വളരെ സ്തോത്ര കർക്കശമായി മനസ്സിലാക്കിയിരിക്കണം. വായിക്കാം. ഞാൻ കാണാതെ കൊണ്ട് ആർക്കെങ്കിലും മറയത്ത് ഒളിക്കാൻ കഴിയുമോ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. കേട്ടോ? ദൈവം കേട്ടു. എന്താണ് പോഷ്ക്? ദൈവമക്കൾ അല്ലാതിരിക്കെ ദൈവമക്കൾ എന്ന് പറഞ്ഞ് പ്രവചിച്ചു. രക്ഷിക്കപ്പെടാതിരിക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രവചിച്ചു. ഇതെല്ലാം പോഷ്കാണ്. ദൈവരാജ്യത്തിന് അവകാശിയാകാതിരിക്കെ നാമെല്ലാം ദൈവരാജ്യത്തിന് അവകാശിയാണെന്ന് പറഞ്ഞ് പ്രവചിച്ചു. അങ്ങനെ തുടങ്ങി ആത്മീയമായ ബോധവൽക്കരണമില്ലാതെ, പാപത്തെക്കുറിച്ചുള്ള മനോബോധം തരാതെ ഈ ലോക അനുഗ്രഹങ്ങൾക്കൊത്തോടെല്ലാം പ്രവചിച്ചു. ഇതെല്ലാം എന്താണ്? പോഷ്ക് എന്ന് പറഞ്ഞാൽ പോഷ്ക് അല്പ നേരത്തേക്ക് ഉള്ളൂ, ക്ഷണ നേരത്തേക്ക് ഉള്ളൂ. സത്യം എന്നേക്കും നിലനിൽക്കും. ഈ കാണുന്ന പ്രപഞ്ചങ്ങളെ എത്ര നേരം നിലനിൽക്കും? അല്പ നേരത്തേക്കാണ്, ഇങ്ങോട്ട് നേരത്തേക്കാണ്. നമ്മുടെ കാലത്തേക്ക് 100 വർഷം, 1000 വർഷം, 4 കോടി വർഷം, 4000 കോടി വർഷമൊക്കെ നിൽക്കുമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം പോഷ്ക. കാറ് കിട്ടുമെന്ന് പ്രവചിക്കുന്ന പോഷ്ക, മക്കളെ കിട്ടുമെന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന പോഷ്ക, തലമുറ കിട്ടും, വിവാഹം നടക്കുമെന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന പോഷ്ക. ഇവിടെ ഇതാ ഒരു വലിയ വാർത്താലയം, അതായത് ഫില്ലർ കൊണ്ട് പണ്ട് ഒരു ആലയം വരാൻ പോകുന്നു ഒരുവൻ ഇവിടെ ഒന്ന് പ്രവചിച്ചാൽ അത് പോഷ്ക. അത് പാതാള ഗോപുരം എന്ന് പറയാം. ഇതാ ഇവിടെ ഒരു പാതാള ഗോപുരം ഉയരാൻ പോകുന്നു എന്ന് പറയാം. അത് പോഷ്കല്ല. സ്തോത്രം. പെന്തക്കോസ്തുകളിലേക്കകത്ത് ആരെങ്കിലും പ്രവചിക്കുമോ ഇവിടെ ഒരു പാതാള ഗോപുരം വരാൻ പോകണം, ആലയം വരാൻ പോകുന്നു പ്രവചിക്കും? ആലയം എന്താ? എവിടെ ആലയം? മനുഷ്യനല്ലേ ആലയം? മനുഷ്യന്റെ ഹൃദയമല്ലേ ആലയം? അത് പ്രവചിക്കില്ലേ? അത് പ്രവചിക്കില്ല. ഇവിടെ അടുത്ത കണ്ടാമൂടെ വാങ്ങിച്ച് മതിലൊക്കെ കെട്ടി കോമ്പൗണ്ട് കെട്ടി വലിയൊരു ആലയം വരാൻ പോകണം പ്രവചിച്ചാൽ പോഷ്ക. പക്ഷെ നമുക്ക് കൈയടിക്കാം. എല്ലാം പോഷ്ക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ എന്റെ ആലയത്തെ പണിയും. പാതാള ഗോപുരങ്ങൾ അനുജയിക്കില്ല. ഇവിടെ ഒരു വലിയൊരു ആലയം വന്നെന്നിരിക്കട്ടെ, പുറകെ സുനാമി വന്ന് എന്ത് ചെയ്യും? ഒരു ഭൂകമ്പം വന്ന് എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആലയം പൊളിയോ?
പൊളിയില്ല. അപ്പോൾ ഇതെല്ലാം ഏതാലയോ? ഇതെല്ലാം പ്രവചിക്കുന്ന പോഷ്കിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പാപത്തെ കുറിച്ച് നീ ബോധം വരുത്ത്, അത് പോഷ്കല്ല, സത്യമാണ്. പാപം ഇല്ലെന്ന് പറയുന്നവന് തന്നെ വഞ്ചിക്കുന്ന സത്യം അവനില്ല. പാപത്തെ കുറിച്ച് ബോധം വരുത്ത്, അതാണ് സത്യം. അതിന് പരിഹാരം കിട്ടുന്നുള്ളൂ. പരിശുദ്ധ തുണയ്ക്ക് സത്യം പ്രവചിക്കുക, പോസ്റ്റ് പ്രവചിക്കുക, രണ്ടും തിരിച്ചറിയണം. വായിക്കാം. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി പോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും? അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എന്റെ നാമം എന്ന് പറഞ്ഞ എന്റെ വചനങ്ങളെയും അരുളപ്പാടുകളെ മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ച് പ്രബോധിപ്പിക്കുന്ന പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ വചനത്തെ മറന്നു കളയേണ്ടതിന് ശരിയാണോ? ഇന്ന് പോഷ്ക് ഭൗതിക അനുഗ്രഹം പ്രസംഗിച്ചല്ലേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തെ കുറിച്ച് ജനത്തിന് ബോധമില്ലാത്തത്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ദൈവമക്കളെ പറഞ്ഞല്ലേ തന്റെ തെറ്റുകളെ കുറിച്ച് ബോധമില്ലാത്തത്. ആരാ കാരണക്കാര്? പ്രവാചകന്മാരാ, പിതാക്കന്മാരാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർ നമ്മളെ അങ്ങനെ പ്രവചിച്ച് പഠിപ്പിച്ചെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അതിനിടയിൽ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധവൽക്കരിക്കത്തക്കൊണ്ട് ദൈവം ഒരു അവസരം ഒരുക്കിയെങ്കിൽ നാം അതിനോട് എതിർക്കരുത്, എതിർക്കുന്നവരോട് ചേരരുത്, കഴിയുന്നിടത്തോളം ബുദ്ധിപദേശം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് അംഗീകരിക്കാൻ മനസ്സാണെങ്കിൽ അംഗീകരിക്കട്ടെ, അല്ല മനസ്സില്ലെങ്കിൽ അവരെ ഹൃദയം തടിച്ചു പോകട്ടെ. സ്തോത്രം. ഇതിൽ നമ്മൾ ദൈവ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആയതുകൊണ്ടല്ല. വചനം കേൾക്കെ വചനം ധ്യാനിക്കെ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആയിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം കൊണ്ടല്ല ആയുന്നത്, ആയിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ അവസാന സമാപ്തിയില് തക്കനയാവും. പ്രൈസ് ദി ലോർഡ്. അതിനായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് നീതിയുള്ള ജാതി. അങ്ങനെയുള്ളവർ നീതി പഠിക്കാൻ വേണ്ടിയാണ് ദൈവം കൃപ ചെയ്യുന്നതെന്ന് പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്. അല്ലാതെ ദൈവം എനിക്ക് കൃപ ചെയ്തു, ഞാനൊരു വണ്ടി എടുത്തു, അതേ കള്ളമല്ലേ? വണ്ടി എടുത്തോ അതോ വാങ്ങിച്ചോ? വണ്ടി എടുത്തോ വാങ്ങിച്ചോ? കുഞ്ഞിനെയാണെങ്കിൽ എടുക്കാം, ഒരു വാഹനത്തിൽ എടുക്കാൻ പറ്റുമോ? ഇവൻ എന്താ പ്രവചിക്കുന്നത്? എടുത്തു. എന്താ സാക്ഷ്യം പറഞ്ഞ? എടുത്തു. എന്തെടുത്തു? സാമാന്യ ബോധം മനുഷ്യന് വേണ്ടേ? കേൾക്കുന്നവർക്ക് പറയുന്നവർക്ക് വേണ്ടേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം കൃപ ചെയ്ത് ഞാനൊരു ഭവനം വെച്ചു. അതിനെന്ത് ചെയ്തോണ്ട് തലയിലെത്തിച്ചു. ഈ പണിതെന്ന് പറയല്ലെങ്കിൽ ദൈവം കൃപയെന്ന് പറയണ്ട. അവിടെ ദൈവം കൃപ ചെയ്ത് നീതി പഠിക്കാനാണ്, അല്ല ഭവനം പണിയാനില്ല, ഭവനം വയ്ക്കാനുമില്ല. വാഹനം എടുത്തു, ഭവനം വെച്ചു. ഒരു ഭവനം തറയിൽ വെച്ചു, തറയിലിരുന്ന വാഹനം തലയിൽ എടുത്തു. ഈ യവന്മാർക്ക് കാണിക്കൊടുത്തോണ്ട് നടക്കുന്നവർ ഇതിനകത്തുണ്ടോ? ഇവരൊക്കെ നേർച്ച കൊടുത്തോണ്ട് നടക്കുന്നവർ ഇതിനകത്തുണ്ടോ? സ്തോത്രം. മാനസാന്തരപ്പെടണം, മനസ്സ് കൊടുക്കണം, സ്വർഗ്ഗം സന്തോഷിക്കും. ഹല്ലേലൂയ. അപ്പൊ നീതിയുള്ള ദുഷ്ടനെ കൃപ കാണിച്ചാൽ നീതി പഠിക്കില്ല, നേരുള്ളവരുടെ ദേശത്ത് അവർ ന്യായം പ്രവർത്തിക്കില്ല, അന്യായം പ്രവർത്തിക്കും. അന്യായം പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കി.
അപ്പൊ നീതി പഠിക്കാത്തവൻ അന്യായം പ്രവർത്തിക്കും. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവന് ഡോർ തുറന്നു കൊടുക്കുമോ? അവൾക്ക് ഡോർ തുറന്നു കൊടുക്കും. ഇവിടെ ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് ഡോർ തരും. നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാം. എനിക്ക് ദൈവരാജ്യത്തിന്റെ ഡോർ തുറക്കാൻ നല്ല സാധ്യതയുണ്ടോ? സ്തോത്രം. ഡോർ തുറക്കപ്പെടണമെങ്കിൽ പരിജ്ഞാനത്തിന് താക്കോൽ കൂടാണ്. അടുത്ത വിശ്വസിച്ച കാണോ? യേശുക്രിസ്തു എന്താ പറഞ്ഞ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് കള്ളപ്രവചനമാണ്. യേശുക്രിസ്തു പറഞ്ഞത് കള്ളപ്രവചനമല്ല, അതിനെ ഇന്ന് എടുത്തു പറയുന്നവർ കള്ളപ്രവാചകന്മാരാണ്. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണോ? പിന്നെ എന്ത് ചെയ്യണം? കാണണം. ദൈവത്തിന്റെ മഹത്വം കാണണമെങ്കിൽ ഈ ആളുകൾ ദൈവത്തിന്റെ നീതിയുള്ള വിധി പഠിക്കണം. വിധി പഠിക്കുന്നവനെ മഹത്വം കാണും. അത് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലോ? യേശുക്രിസ്തു അത് പറയുമ്പോൾ ഇത് ഉള്ളിലുണ്ട്. യേശുക്രിസ്തു ഉള്ളിൽ ഇതുണ്ട്. അതാണ് എന്നെ കുറിച്ച് ന്യായപ്രമാണ പുസ്തകത്തിൽ, സങ്കീർത്തനത്തിൽ, പ്രവചന പുസ്തകങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം യേശുക്രിസ്തുവിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ തന്നെ ഈ ഭാഗം യേശുക്രിസ്തുവിന്റെ ഉള്ളിലുണ്ട്. നീതി പഠിക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. മഹത്വം അനുഭവിക്കാൻ കഴിയില്ല, കാണാൻ കഴിയും. അപ്പോൾ ചുമ്മാ ഓരോരുത്തമാരെ പറഞ്ഞ് പ്രവചിക്കും, ഓ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, ഓ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എവിടെ എവിടെ വിശ്വസിച്ച് കുടുംബമായി രക്ഷിക്കപ്പെട്ടവരെവിടെ? എവിടെ? ഏത് കുടുംബം രക്ഷിക്കപ്പെട്ടു? പറ. ഒരു കുടുംബവും അക്ഷരാർത്ഥത്തിൽ പറയുന്നവരോട് കാണുമായിരിക്കും. പെന്തക്കോസ്ത് പള്ളിയിൽ കുടുംബമായിട്ട് വരും, അതിനർത്ഥമില്ല. 4 പേര് പറഞ്ഞെങ്കിൽ 4 പേര് 4 മനസ്സിലല്ലേ പെന്തക്കോസ്ത് പള്ളിക്കകത്ത് പറഞ്ഞത്? ഒരു മനസ്സിലാണോ? രക്ഷിക്കപ്പെട്ടോ? സ്നാനപ്പെട്ടു എന്ന കാരണത്താലും പള്ളിയിൽ വരുന്നു എന്ന കാരണത്താലും രക്ഷിക്കപ്പെട്ടെന്നല്ല അതിന്റെ അർത്ഥം. അത് വേറെ രക്ഷയില്ലാത്തോണ്ട്, തടിതപ്പ രക്ഷയില്ലാത്തോണ്ട് വരുന്നതാ. ഇന്നും നമുക്കറിയില്ല, തടിതപ്പ വകുപ്പുള്ളവർ ഓടിക്കൊണ്ട് തുടങ്ങിയാണ് അല്ലേ? തടിതപ്പ വകുപ്പുള്ളവർ ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഇവര് രക്ഷയില്ലാത്തോണ്ട് ഓരോ വീട്ടിലുള്ളവർ 4 പേരുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ ഒരു പള്ളിയിൽ വരുന്നത്. അത് വേറെ വകുപ്പില്ലാത്തോണ്ട്. സ്തോത്രം. അതുകൊണ്ട് അപ്പൊ അത് ശരി. യേശുക്രിസ്തു ആത്മാവിൽ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ശരിയല്ലേ? കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ ശരിയല്ലേ? ശരിയാണ്. പക്ഷേ വിശ്വസിക്കണം. വിശ്വസിക്കാതിരിക്കെ വിശ്വസിക്കുമെന്ന് പറഞ്ഞാലോ? ഇനി ഒരു വ്യക്തി വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വ്യക്തി വിശ്വസിച്ചാൽ ആ വിശ്വസിച്ച വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ വീട്ടിലുള്ളവർ തയ്യാറാകണം. തയ്യാറായില്ലെങ്കിലോ എങ്ങനെ കുടുംബമായിട്ട് രക്ഷ പ്രാപിക്കാൻ പറ്റും? യോശുവ എന്ന കാരണവനെ അറിയാം, ഞാൻ എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ആ കാരണവനറിയാം, എന്റെ ഭാര്യ ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞ കേട്ടനുസരിക്കും. ചില ഭാര്യമാര്, ചില സഹോദരന്മാരുടെ ഭാര്യമാര് പറയാറുണ്ട്, അത് നിങ്ങൾ പറഞ്ഞില്ല ഞാൻ കേൾക്കണല്ലോ, ഞാൻ പൊട്ടിയല്ലോ. അങ്ങനെ പറയുന്ന സഹോദരന്മാരുണ്ട്. ഇവളൊക്കെ പരിഹാസങ്ങളെ സ്വർഗത്തിൽ നിന്ന് ദൈവം തൂക്കും. സ്തോത്രം. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചാൽ കണ്ടെത്തില്ല. പിന്നെ എങ്ങനെ അവർ ഭക്തിയുള്ളവരാകും? ജ്ഞാനം വന്നാൽ ഭക്തി കിട്ടും. അടുത്ത സ്തോത്രം. സ്തോത്രം. അപ്പൊ നീതിയുള്ള വിധികളെ പഠിക്കാൻ വേണ്ടി ദൈവം കൃപ ചെയ്യും. അല്ല വാഹനം വാങ്ങാനും വീട് പണിയാനും കല്യാണത്തിന് വേണ്ടിയൊന്നും അല്ല ദൈവം കൃപ ചെയ്യുന്നത്. അതൊക്കെ അവരവരുടെ പ്രാപ്തിക്കത്തോളം ചെയ്തോളാം. പക്ഷേ ദൈവഭക്തിയും വിശ്വാസവും അതിൽ കൊണ്ട് കലർത്തി വയ്ക്കരുത്. അത് ഇടകലർത്തിയാൽ അത് ഭയങ്കര പാപമാണ്.
അത് വിടുവിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള മുറുകെ പറ്റുന്ന പാപമാണ്. അതിന് നമ്മൾ കൂട്ടാളി ആകാതിരിക്കേണ്ടതിന് നമ്മോട് ഉപദേശിക്കുവാൻ ദൈവം തന്റെ ആത്മാവിനാൽ ഇടപെടുമ്പോൾ അതിന് നമ്മൾ കീഴ്പ്പെട്ടു കൊടുക്കണം. അതിനായി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ, സമർപ്പിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ കേട്ടതും വായിച്ചതുമായ പ്രബോധനങ്ങൾ എത്രത്തോളം ആത്മീയ ചിന്തയ്ക്ക് വർധനവ് വരുത്തിയിട്ടുണ്ട്, ഇനി എത്രത്തോളം ആത്മീയ ചിന്തയ്ക്ക് വർധനവ് വരാനുണ്ട്, ഇതെല്ലാം നമ്മെ തന്നെ ഒന്ന് പരീക്ഷിച്ച് ശോധന ചെയ്ത് നാം ആരാണ് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യാം. അതിനായി നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം.